ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായും പ്രാധാന്യത്തോടുകൂടിയും അറിയേണ്ട ഒരു ഇൽമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. അതിനുശേഷം അവൻ അറിയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ്. ചന്തമാർന്ന വ്യക്തിത്വമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിമർശനങ്ങൾ പലരിൽ നിന്നും പലപ്പോഴും ഉണ്ടായിട്ടും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ക്ഷമയോടുകൂടി പക്വതയോടുകൂടി നസ്വീഹത്തോടുകൂടി പ്രതികരിച്ച മാനവരിൽ മാനവ വിമോചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രയാസങ്ങളെയും അതിജയിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ദീനിൻ്റെ എല്ലാ കൽപ്പനകളും ജനങ്ങളെ സ്വഹാബാക്കളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. സർവ്വതും സർവരാലും കാൽ കീഴിൽ സമർപ്പിക്കപ്പെട്ടാലും ആദർശ വീര്യത്തിന് മുന്നിൽ ഒരു അളവ് പോലും പതറാതെ അടിയറവ് വയ്ക്കാതെ ലോകത്തോട് ആദർശം വ്യക്തമായി പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിതങ്ങൾ കേൾക്കുന്ന ഒരു മാസത്തിലാണ് നാം വെള്ളിയാഴ്ചയായ ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. റബീഉൽ അവ്വലാണ് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ ചരിത്രമറിയുവാനും ആ പ്രവാചകനെ അടുത്തറിയുവാനുമുള്ള ഒരുപാട് പ്രഭാഷണങ്ങളും വഅലുകളുമൊക്കെ മസ്ജിദുകളിലും മറ്റും നാം കേൾക്കാറുണ്ട്. ലോകത്തിന് മുന്നിൽ സ്വന്തം ജീവിതം സാക്ഷ്യം വഹിച്ച മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബ് അതിലെ 21-ാമത്തെ വചനത്തിലെ ആയത്ത് നമുക്കേവർക്കും ഹൃദ്യസ്ഥമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ. അള്ളാഹുവിലും അന്ത്യദൂതനിലും ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ഉത്തമമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക. ഈ 3 അടയാളപ്പെടുത്തലുകളിൽ ഏതൊരു വിശ്വാസിനികളിലുണ്ടോ അവർക്ക് ഏറ്റവും ഉത്തമമായ മാതൃക പ്രവാചകനിലുണ്ട് എന്നാണ് ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെ താല്പര്യം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ ഓരോ പെരുമാറ്റവും വിശ്വാസികൾക്ക് അനുധാവനം ചെയ്യാവുന്നതാണ്. രാവിലെ കിടക്കയിൽ നിന്നും എണീക്കുന്നത് മുതൽ രാത്രി കിടക്കയിലേക്ക് തന്നെ ഉറങ്ങുന്നത് വരെയുമുള്ള ജീവിതത്തിലെ വ്യത്യസ്തമായ ഇടപെടലുകൾ, സംസാരങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, നടത്തം, ജീവിതത്തിലെ എല്ലാ മര്യാദകളും പഠിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. പ്രവാചകരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത സ്വഹാബികൾ നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ കൂടിയും വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ പ്രവാചകരെ നേരിൽ സാക്ഷ്യം വഹിച്ച മഹാന്മാരായ അനുചരന്മാർ നമുക്ക് ആ പ്രവാചകരുടെ നിമിഷങ്ങൾ ഉല്ലേഖനം ചെയ്തുകൊണ്ട്
കൃത്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഈ ലോകത്ത് നിന്നും വിട പറയുമ്പോൾ എത്ര നരച്ച മുടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും കൃത്യമായി നബി ചരിത്രത്തിൽ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു പ്രവാചകനാണ്, തുല്യതയില്ലാത്ത ഒരു നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ അറിയുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ പ്രവാചകനെ മനസ്സിലാക്കണം. ആരാണ് ആ പ്രവാചകൻ? എന്തായിരുന്നു ആ പ്രവാചകന്റെ ദൗത്യം? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നിയോഗിതനാക്കിയത് എന്നുള്ള കൃത്യമായ പാഠങ്ങളും പഠനങ്ങളും ഇന്ന് ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം അതറിയൽ നിർബന്ധമായ ഒരു ഘടകമായി നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകൾ, പ്രവാചകരിൽ നിന്നും എത്രയോ വചനാമൃതങ്ങൾ നാം മനസ്സിലാക്കിയവരാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ സൂറത്ത് അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള അധ്യായം തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്ന ചില കാര്യങ്ങളാണ്. അലം നശ്റഹ് ലക സദ്റക്, പ്രവാചകരെ താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകുകയില്ലയോ? ശത്രുക്കളുടെ പരിഹാസവും ഉപദ്രവവും വിമർശനവും എല്ലാം സഹിക്കുവാനുള്ള ഒരു വിശാലമായ ഒരു മനസ്സ് പ്രവാചക താങ്കൾക്ക് നാം നൽകിയിട്ടുണ്ട്. വവളഅനാ അൻക വിസ്റക്, അങ്ങേക്കുള്ള എല്ലാ ഭാരങ്ങളും ഇറക്കി വച്ചു എന്നാണ്. നുബുവത്ത് എന്നുള്ള ആ ഒരു ഭയങ്കരമായ ഭാരം പ്രയാസരഹിതമായ പ്രവാചക താങ്കൾക്ക് നാം നൽകി. അല്ലദീ അൻഖള ലഹ്റക്, ആ ഭാരം മൂലം താങ്കളുടെ മുതുകിനെ ഞെരുക്കിയിരുന്നു. ആ പ്രയാസങ്ങളെല്ലാം നാം താങ്കൾക്ക് മാറ്റിത്തരുകയും ചെയ്തു. അൽ അമീൻ എന്ന് വിളിച്ചിരുന്നവർ പെട്ടെന്ന് കദ്ദാബെന്നും സാഹിറെന്നും ഷാഇറെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചക അങ്ങയെ കളിയാക്കുമ്പോഴേക്കും അതെല്ലാം ക്ഷമയോടുകൂടി തരണം ചെയ്തുകൊണ്ട്, അതെല്ലാം അനുതാപപൂർവം ആ മനുഷ്യർക്ക് വിജ്ഞാനം ആദർശം പഠിപ്പിച്ചു കൊടുക്കുവാൻ എന്തുമാത്രം ത്യാഗം സഹിച്ച പ്രവാചക അങ്ങയുടെ ഭാരത്തെ നാം ഇറക്കി വച്ചിരിക്കുകയാണ്. മാത്രമല്ല പ്രവാചക വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ കീർത്തിയെ നാം എത്രയോ ഉന്നതിയിലാക്കിയിരിക്കുകയാണ്. അങ്ങയോടൊപ്പം ഒരാൾക്കും അങ്ങനെ ഒരു ശ്രേയസ്സായിട്ടുള്ള ഒരു അവസ്ഥ നാം നൽകിയിട്ടില്ല. അങ്ങനെ ഒരാൾക്കും താങ്കൾക്കുള്ളതുപോലുള്ള ഒരു കീർത്തിയെ നാം ഉയർത്തിയിട്ടില്ല. ഈ ആയത്ത് അള്ളാഹുവിന്റെ പ്രവാചകരുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചക, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ പ്രീതി, അങ്ങയുടെ യശസ്സിനെ നാം അങ്ങേയറ്റം ഉയർത്തിയിരിക്കുകയാണ് എന്നുള്ള ആയത്ത് എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അങ്ങേക്ക് അറിയിച്ചുവല്ലോ. എന്താണെന്നറിയുമോ പ്രവാചക? വറഫഅനാ ലക ദിക്റക, അള്ളാഹുവിന്റെ പ്രവാചകർ ജിബ്രീലിനോട് പറയുകയാണ് അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു അഅലം, എനിക്കറിയില്ല, വിശദീകരിച്ചു തന്നിട്ടില്ല. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇദാ ദുകിർതു ദുകിർത മഈ, അറിയുമോ ഈ ആയത്തിന്റെ വിശദീകരണം? അല്ലാഹുവിനെ കുറിച്ച് എവിടങ്ങളിലെല്ലാം പരാമർശിക്കുമോ അവിടങ്ങളിലെല്ലാം പ്രവാചക താങ്കളുടെയും പേര് പരാമർശിക്കപ്പെടും. സത്യസാക്ഷ്യം ഒഴിയുവാനായിട്ട് ഒരു മനുഷ്യന് സാധ്യമാകുന്നത് അല്ലാഹുവിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെയും പേര് ഉച്ചരിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പരാമർശിക്കാത്ത ഒരു സ്വലാത്ത് ഒരിക്കലും സ്വഹീഹാവുകയില്ല. അതുപോലെ തന്നെ പ്രവാചകരുടെ പേര് പറയാത്ത ഒരു നമസ്കാരമായി സ്വീകരിക്കുകയില്ല. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകരെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രവാചകരുടെ നാമം ഉച്ചരിക്കാത്ത ഒരു അദാനാവുകയില്ല. ഒരു ഖതീബും അവരുടെ ഖുത്ബ പൂർത്തിയാകണമെങ്കിൽ പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ അത് പൂർത്തിയാവുകയില്ല എന്ന് നാം മനസ്സിലാക്കിയവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോലും അല്ലാഹു പരിഗണിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലുകളിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കൊടുക്കൽ വാങ്ങലുകളിലും എല്ലാ മേഖലകളിലും ആ പ്രവാചകനെ നാം സ്മരിക്കുകയാണ്. ഉറക്കിൽ നിന്നും എണീക്കുമ്പോൾ, ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ, അതുപോലെയുള്ള ജീവിതത്തിലെ എല്ലാ മേഖല
മേഖലകളിലും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ മാതൃകയിൽ കൂടിയാണ് വിശ്വാസം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. സൂറത്തുൽ ഖലമിലെ 4-ാമത്തെ വചനമാണ്. അള്ളാഹു പറയുകയാണ്, പ്രവാചക, ഏറ്റവും മഹത്തരമായ സ്വഭാവം, ആ സ്വഭാവത്തിനെ കിടപിടിക്കുന്ന ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ലോകത്ത് ഇല്ല, ഇനി വരികയുമില്ല. അത്രയ്ക്കും മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. എങ്കിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകരുടെ വീഴ്ചകളെ ശക്തമായ രീതിയിൽ തിരുത്തിയ റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്കറിയുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഭാര്യമാരെ പ്രീതിപ്പെടുത്തുവാൻ അനുവദനീയമായ ഒരു പാനീയത്തെ നിഷിദ്ധമാക്കിയപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ ഇറക്കുകയാണ്. 66-ാം അധ്യായം സൂറത്തു തഹ്രീം അല്ലാഹുവിന്റെ കലാമിലെ വചനമാണ്. സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഉമ്മയായ പ്രവാചകരുടെ പ്രിയതമയായ ആ ഭാര്യയുടെ അടുക്കൽ എല്ലാ അസ്ർ നമസ്കാര ശേഷവും അവിടം പോയിക്കൊണ്ട് തേൻ കുടിക്കുമായിരുന്നു. മറ്റു ഭാര്യമാരുടെ അടുക്കൽ വരികയാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെയും അതുപോലെ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും ആയിഷയുടെയും ഹഫ്സ റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരുടെയും അടുക്കൽ വന്നപ്പോൾ ഒരു അനിഷ്ടം തോന്നുകയാണ്. ഹഫ്സയുടെ സൈനബ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്നും തേന് കുടിച്ചു വന്ന പ്രവാചകരോട് പറയുകയാണ്, പ്രവാചക, വല്ലാത്ത ഒരു ദുർഗന്ധം വമിക്കുന്നുവല്ലോ, അനിഷ്ടകരമാണെന്ന് പ്രവാചകർക്ക് തോന്നി. ഈ പാനീയം എൻ്റെ ഭാര്യമാർക്ക് അപ്രീതിയാണെന്ന് തോന്നിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ നിഷിദ്ധമാക്കുകയാണ്. ഇല്ല, ഇനി ഹഫ്സയുടെ മഹദി സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് തേന് കുടിക്കുകയില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ അള്ളാഹുവിന്റെ റസൂൽ എടുക്കുമ്പോൾ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്ത്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. പ്രവാചക, അങ്ങയുടെ പത്നിമാരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി നാം ഹലാലാക്കിയ ഒരു പാനീയത്തെ നിഷിദ്ധമാക്കുകയാണോ എന്നുള്ള ശക്തമായ താക്കീത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ധനായ അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരിക്കൽ വരികയാണ്. പ്രമാണിമാരാണ് ചുറ്റുപാടും ഇരിക്കുന്നത്. ഇവർ ഇസ്ലാമിലേക്ക് വരുമല്ലോ എന്നുള്ള ആശയിൽ പ്രതീക്ഷയിൽ ദഅവത്തുമായി ഇരിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ചെറിയ ഒരു അനിഷ്ടം തോന്നുകയാണ്. അല്ലാഹു ആക്ഷേപിക്കുകയാണ്, പ്രവാചക, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. അല്ലയോ പ്രവാചക, താങ്കൾക്ക് എന്തറിയാം, അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം അങ്ങയുടെ സബദത്തിൽ വന്നത് മുഖം ചൂളിപ്പോയി അല്ലേ? അങ്ങേക്ക് എന്തറിയാം പ്രവാചക, ആ അന്ധനുണ്ടല്ലോ മറ്റുള്ളവരെക്കാളെല്ലാം വിശുദ്ധി പ്രാപിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അല്ലാഹു ശക്തമായ താക്കീത് ആക്ഷേപിച്ചുകൊണ്ട് പ്രവാചകരെ വിളിച്ചുകൊണ്ട് പറയുന്ന അധ്യായമാണ് 80-ാം അധ്യായമായ സൂറത്തുൽ അബസ. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു പാളിച്ച അല്ലാഹു തആല ഇടപെടുകയാണ്. തബൂക്ക് യുദ്ധത്തിൽ ചില ദുർബല വിശ്വാസികൾ, ചില മുനാഫിക്കുകൾ അള്ളാന്റെ പ്രവാചകരോട് ചില കാരണങ്ങൾ ബോധിപ്പിച്ചു. പ്രവാചക, യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല, കുടുംബമാണ്, കുട്ടികളാണ്, പ്രതികൂല കാലാവസ്ഥയാണ്, ഞങ്ങൾക്ക് അനുവാദം തരുമോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരുടെ അടുക്കൽ ചില കപടവിശ്വാസികൾ വന്ന് പറയുമ്പോൾ മനസ്സകം അറിയില്ലല്ലോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, അദൃശ്യം അറിയില്ലല്ലോ പ്രവാചകർക്ക്. അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ ആ പ്രവാചകർ പറയുന്ന മനുഷ്യർ സത്യസന്ധമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുവാൻ അനുവാദം നൽകി. അള്ളാഹു ആകാശത്ത് നിന്നും ജിബ്രീൽ മുഖേന ആയത്തിറക്കി കൊടുക്കുകയാണ്. 9-ാം അധ്യായം സൂറത്തു തൗബ 43-ാമത്തെ വചനം, അഫല്ലാഹു അൻക, പ്രവാചക, അങ്ങേക്ക് അള്ളാഹു പുറത്തു തരട്ടെ. ലിമ അദിൻത ലഹും, താങ്കൾക്ക് എന്ത് അധികാരമാണ്,
തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുവാൻ അവർക്ക് അനുവാദം നൽകുവാൻ എന്ത് അധികാരമാണ് പ്രവാചക താങ്കൾക്ക്? എന്നാലും നാം പുറത്തു തന്നിരിക്കുകയാണ്, അനുമതി കൊടുത്തത് ശരിയായില്ല എന്നുള്ള താക്കീത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ബദർ യുദ്ധം നമുക്കറിയുമല്ലോ. 70 ശത്രുക്കളെ തടവുകാരായിട്ട് സ്വഹാബികൾ പിടിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. ഇവരെ എന്ത് ചെയ്യാം നമുക്ക്? ഓരോ സ്വഹാബികളും അഭിപ്രായം പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഗളച്ഛേദം ചെയ്യാം പ്രവാചക, ഇവരെ കൊന്നുകളയാം, ഇവർ വീണ്ടും ശത്രുക്കളായി മാറും. ചിലർ പറഞ്ഞു നമുക്ക് മോചനദ്രവ്യം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഇവരെ വിടാം. അങ്ങനെ ചർച്ചക്കൊടുവിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉചിതമായ ഒരു തീരുമാനം, മോചനദ്രവ്യം സ്വീകരിച്ചുകൊണ്ട് ഇവരെ നമുക്ക് മോചിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകർ തടവുകാരായ 70 ശത്രുക്കളെ വിടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തിറക്കി കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാൽ 67, 68 താക്കീതാണ്. പ്രവാചക, തുരീദൂന അറള ദുനിയാ, താങ്കൾ ദുനിയാവിനെ മോഹിക്കുന്നുവോ? വല്ലാഹു യുരീദുൽ ആഖിറ, നാം പരലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത്. താങ്കൾ ദുനിയാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ മോചനദ്രവ്യം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വിട്ടയച്ചുവോ? ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖദതും അദാബുൻ അലീം, മോചനദ്രവ്യം വാങ്ങിയതിന്റെ പേരിൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു. ശക്തമായ താക്കീതാണ്. അള്ളാഹുവിന്റെ ഒരു നിശ്ചയം മുൻകൂട്ടിയില്ലായിരുന്നുവെങ്കിൽ, അഥവാ ഗനീമത്തും ഫിദിയയും നാം അനുവദനീയമാക്കാതിരുന്നുവെങ്കിൽ പ്രവാചക, അങ്ങേക്ക് ശക്തമായ അദാബ് താങ്കളെ പിടികൂടുമായിരുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് താക്കീത് നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇറക്കി കൊടുക്കുന്ന ആയത്തുകൾ അനവധിയുണ്ട് വിശുദ്ധ ഖുർആനിൽ. നമുക്കറിയുമല്ലോ 49-ാം അധ്യായമായ സൂറത്തു അൽ ഹാഖ, അതിലെ 44 മുതലുള്ള 47 വരെയുള്ള 4 ആയത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ശക്തമായ താക്കീത് നൽകുകയാണ്. നാം അറിയണം ആ പ്രവാചകരെ. ആ പ്രവാചകരിൽ നിന്ന് പോലും സ്ഖലിതങ്ങൾ വന്നാൽ, തെറ്റുകൾ വന്നാൽ അള്ളാഹ് ഇടപെടുകയാണ് എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ ആയത്തുകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വലൗ തഖവ്വല അലൈനാ ബഅൽ അഖാവീൽ, അല്ലയോ പ്രവാചക, നമ്മുടെ പേരിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ചാൽ ഇത് അല്ലാഹ് പറഞ്ഞതാണ് എന്ന് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ജനങ്ങളോട് പറഞ്ഞാൽ ലഅഖദ്നാ മിൻഹുൽ വതീൻ ഫമാ വലൗ തഖവ്വല അലൈനാ ബഅൽ അഖാവീൽ ലഅഖദ്നാ മിൻഹുൽ വതീൻ ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ. പിടികൂടും പ്രവാചക, നമ്മുടെ വലത് കൈ കൊണ്ട് അങ്ങയുടെ ജീവനാടിയെ പിടിച്ചുകൊണ്ട് മുറിച്ചു കളയും. അങ്ങയെ സഹായിക്കുവാൻ ആരും ഉണ്ടാവുകയില്ല. ആരോടാണ് ഈ താക്കീത്? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല താക്കീത് നൽകുന്ന ആയത്തുകളാണ് സഹോദരങ്ങളെ. അതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മതത്തിന്റെ ഒരു കാര്യം പ്രവാചകർ പഠിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കയ്യൊപ്പോടുകൂടി ജിബ്രീൽ മുഖേന അറിയിച്ചത് മാത്രമേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുമതിയോടുകൂടി അള്ളാഹുവിന്റെ ദീനിൽ നിയമമാക്കുവാൻ സാധ്യമുള്ളൂ. അതുകൊണ്ടാണ് വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ അള്ളാന്റെ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുകയില്ല അള്ളാഹുവിന്റെ വഹയല്ലാതെ. സ്വലാത്താകട്ടെ, നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, ഏത് സുഹൃതങ്ങളാകട്ടെ, പുണ്യകർമ്മങ്ങളാകട്ടെ, അള്ളാന്റെ റസൂലിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യവും ചെയ്യുവാനുള്ള അധികാരം പ്രവാചകർക്ക് പോലുമില്ല. അത് അള്ളാഹുവിന്റെ മതമായതുകൊണ്ട് ഏതെല്ലാം പുണ്യമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ മതത്തിന്റെ ഉടയ തമ്പുരാനായ അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടിയായിരിക്കണം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്തിയ ആയത്തുകളാണ് നാം കേട്ടത്. എന്നാൽ ആ പ്രവാചകനെ ഒരുപാട് പുകഴ്ത്തിയ മദ്ഹുകൾ പറഞ്ഞ ആയത്തുകളും നമുക്ക് ഖുർആനിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേരെടുത്തുകൊണ്ട് അല്ലാഹു തആല
തആല അഭിസംബോധന ചെയ്തുവെങ്കിലും പ്രവാചകരെ പേരെടുത്തുകൊണ്ട് ഒരിക്കലും അല്ലാഹുവിന്റെ കിതാബിൽ കാണുവാൻ സാധിക്കുകയില്ല. യാ അയ്യുഹൻ നബിയ്യു 4 പ്രാവശ്യം സൂറത്തുൽ അഹ്സാബിൽ ആവർത്തിക്കുകയാണ്. യാ അയ്യുഹർ റസൂൽ 2 പ്രാവശ്യം സൂറത്തുൽ മാഇദയിൽ ആവർത്തിക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ. ഇതെല്ലാം പ്രവാചകരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ വിളിയാണ്. അല്ലയോ പ്രവാചക, അല്ലയോ ഉറങ്ങിക്കിടക്കുന്നവനെ, പുതച്ചു മൂടിക്കിടക്കുന്നവനെ, അല്ലയോ റസൂലേ എന്നൊക്കെയുള്ള ആദരവോടുകൂടിയുള്ള വിളികളാണ് റഹ്മാനായ റബ്ബ് അള്ളാന്റെ റസൂലിനെ വിളിക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഈ പ്രവാചകൻ ലോകർക്ക് കാരുണ്യമാണ്. ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മനുഷ്യർക്ക് മാതൃകയുടെ ഏറ്റവും ഉത്തമ ആൾരൂപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകർക്കും എല്ലാവർക്കും റഹ്മത്തായി കൊണ്ടാണ് പ്രവാചക താങ്കളെ നാം നിയോഗിച്ചത് എന്ന് സൂറത്തുൽ അംബിയാ 107-ാമത്തെ ആയത്തിൽ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ഇബ്നു കസീർ റഹ്മഹുല്ലാ അൽ മുഅ്ജമുൽ കബീർ, ഇമാം തബറാനി റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. ജിന്നി റഹ്മത്തും ബഅസനി അല്ലാഹ്, എന്നെ അയച്ചത് കാരുണ്യമായി കൊണ്ടാണ്, റഹ്മത്താണ് ഞാൻ, സകലർക്കും അനുഭാവപൂർവം കാര്യങ്ങൾ സമർപ്പിക്കുന്നവനാണ് ഞാൻ. ലീ ഹംസത്തുൻ അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്, അറിയുമോ? അത് അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ്. അന മുഹമ്മദ് വ അഹ്മദ് വ അനൽ മാഹി, ഇതെല്ലാം എൻ്റെ പേരുകളാണ്. അല്ലദീ യുംഹാ ബിൽ കുഫർ, ഞാൻ മുഖേനയാണ് അവിശ്വാസത്തെ മായ്ച്ചു കളയുന്ന മാഹിയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, എൻ്റെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് ആരൊക്കെ ജീവിക്കുന്നുവോ അവർക്കെല്ലാം അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും അവിശ്വാസത്തെ മായ്ച്ചു കളയുവാനും അത് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4-ാമത്തെ പേര് വഅനൽ ഹാഷിർ അല്ലദീ യുഹ്ശറു നാസു അലാ അഖ്ബി വഅനൽ ആഖിബ്, ഞാൻ അന്ത്യപ്രവാചകനാണ്, എനിക്ക് ശേഷം മറ്റൊരു പ്രവാചകനല്ല. വനബിയ്യുർ റഹ്മ, ഞാൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. എല്ലാ മനുഷ്യരും എൻ്റെ പിറകിലായിരിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതയായി റഹ്മത്തിൻ്റെ വിശദീകരണമായി പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്കറിയുമല്ലോ. ഓരോ പ്രവാചകന്മാരും അതാത് അനുയായികൾക്ക് മാത്രമായിട്ടാണ് അല്ലാഹു തആല നിയോഗിച്ചത്. പക്ഷേ പ്രവാചകരുടെ ദൗത്യം എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിൻ സൂറത്തു സബയിലെ 28-ാമത്തെ വചനമാണ്. എല്ലാവർക്കും കാഫായി കൊണ്ടാണ് അല്ലാഹു തആല എന്നെ നിയോഗിച്ചത്. പക്ഷെ അധികം ആളുകളും അറിയുന്നില്ല എന്ന് റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിൽ പ്രവാചകരെ പ്രകീർത്തിക്കുകയാണ്. നമുക്കറിയുമല്ലോ, സ്വഹീഹ് മുസ്ലിമിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെക്കുറിച്ച് ഫഖർ പറയുകയാണ്. സ്വന്തത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ വഹയോടുകൂടി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അന സയ്യിദുൻ നാസ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലുണ്ടല്ലോ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നേതാവ്, ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ നേതാവ് ഞാനാണ് എന്ന് സ്വഹീഹ് മുസ്ലിം 194-ാമത്തെ ഹദീസ്. സുനൻ തുർമുദിയിലെ ദീർഘമായ ഒരു ഹദീസ്. അന സയ്യിദു വലദി ആദം, ഞാൻ ആദം മക്കളുടെ നേതാവാണ്. യൗമൽ ഖിയാമ വലാ ഫഖർ, ഞാൻ പൊങ്ങച്ചം പറയുകയല്ല കേട്ടോ, ഇത് അള്ളാഹു എന്നെ അറിയിച്ച കാര്യമാണ്. വബിയദി ലിവാഉൽ ഹംദ് വലാ ഫഖർ, എൻ്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന മഹത്തരമായ ആ പതാക എൻ്റെ കൈ കൊണ്ടാണ് വഹിക്കുക. ഇത് ഞാൻ പൊങ്ങച്ചം പറയുകയല്ല കേട്ടോ. വമാ മിൻ നബിയ്യിൻ യൗമഇദൻ ആദമു ഫമൻ സിവാഹു ഇല്ലാ തഹ്തി ലിവാഇ, ആദം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും എൻ്റെ പിറകിലായിരിക്കും അണിചേരുക. ഞാൻ ഫഖർ പറയുകയല്ല, ഇത് അള്ളാഹ് എന്നെ അറിയിച്ച കാര്യമാണ്. വഅന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർള് വലാ ഫഖർ, ഭൂമി പിളർന്ന് ആദ്യമായി മഹ്ശറയിലെത്തുക ഞാനായിരിക്കും. വലാ ഫഖർ, ഞാൻ പൊങ്ങച്ചം പറയുന്ന ആളല്ല കേട്ടോ, ഇത് അള്ളാഹു എന്നെ അറിയിച്ച കാര്യമാണ്, ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അങ്ങനെ എത്ര അള്ളാഹുവിന്റെ പ്രവാചകരെ പ്രകീർത്തിക്കുന്ന വിശുദ്ധ ഖുർആനിക വചനങ്ങൾ, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച വചനാമൃതങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇനി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അനുചരന്മാർ പ്രവാചകരെ മദ്ഹ് ചെയ്ത എത്രയോ കാവ്യങ്ങൾ നമുക്ക് ഹൃദയസ്ഥമാണ്. മഹാനായ
ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കവിതയെ പോലെ ലോകത്തെ ഒരൊറ്റ മനുഷ്യരും അള്ളാന്റെ റസൂലിനെ വർണ്ണിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്കും വളരെ അമൂല്യമായ ചില വാക്കുകളാണ്. നോക്കൂ, ഒരു കണ്ണും കണ്ടിട്ടില്ല ഈ പ്രവാചകരുടെ സുന്ദരം, ഈ പ്രവാചകന്റെ സൗന്ദര്യത്തെക്കാൾ ഒരു കണ്ണ് പോലും കണ്ടിട്ടില്ല കേട്ടോ. ഒരു ന്യൂനത പോലും ഈ പ്രവാചകരിൽ കാണുവാൻ സാധ്യമല്ല. പ്രവാചക, അങ്ങ് ഉദ്ദേശിച്ചതുപോലെയാണോ അല്ലാഹു തആല അങ്ങയെ സൃഷ്ടിച്ചത് എന്ന് മഹാനായ സ്വഹാബി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു വഅജ്മല മിൻക ലം തലിദ് നിസാ. ഒരു പെണ്ണും ഒരു സ്ത്രീയും അങ്ങയെപ്പോലെ ഒരാളെ പ്രസവിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്കും സുന്ദരനാണ്. ഒരു കുറവ് അങ്ങയെക്കുറിച്ച് പറയുവാൻ ലോകർക്കാർക്കും സാധ്യമല്ല. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയാണ് സഹോദരങ്ങളെ. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ കവിതയും മറ്റൊന്നായിരുന്നില്ല. മഹാനായ പ്രവാചകരുടെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വർണ്ണിക്കുകയാണ്. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫി മസ്ലൂലു ഉംബിത അന്ന റസൂലല്ലാഹി ഔഅദനി വൽഅഫു ഇൻദ റസൂലില്ലാഹി മഅമൂലു. അല്ലയോ പ്രവാചക, അങ്ങ് ഇന്ത്യയിൽ നിർമ്മിച്ച ഊരിപ്പിടിച്ച വാളാണ് പ്രവാചക. തങ്ങൾക്കറിയുമോ, അങ്ങ് എനിക്ക് മാപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൾ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നെ എവിടെ വെച്ച് കണ്ടാലും ഗളച്ഛേദം നടത്തണമെന്നുള്ള പ്രഖ്യാപനം പ്രവാചകൻ നടത്തിയതായി ഞാൻ അറിയുകയാണ്. പ്രവാചക, അങ്ങയിൽ നിന്നും ഞാൻ മാപ്പ് പ്രതീക്ഷിക്കുകയാണ്, ഞാൻ കരുണ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് മാപ്പ് നൽകിയ, അത്രയ്ക്കും ക്രൂരതകൾ നൽകിയ ആ സ്വഹാബിക്ക് മാപ്പ് നൽകിയ ആ സ്വഹാബി, മാപ്പ് നൽകപ്പെട്ട ആ സ്വഹാബി കവിത പാടിയത് സ്വഹീഹായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും അമിതമായിട്ടുള്ള വർണ്ണനകൾ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവാചകനും കൂടിയാണെന്ന് നാം തിരിച്ചറിയണം. സ്വഹാബികൾ പറയുന്നത് ഖുർആനിക വിരുദ്ധമാണോ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു ആശയമാണോ എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ അത് തിരുത്തുന്ന ഒരു പ്രവാചകനും കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണ സദസ്സിലേക്ക് വരുന്ന പ്രവാചകരെ കണ്ടുകൊണ്ട് കുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് പാടിയ പാട്ട് വഫീനാ യഅലമു വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട് കേട്ടോ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പ്രവാചകനാണ് എന്ന് കേൾക്കുമ്പോഴേക്കും അള്ളാന്റെ റസൂല് പാടിക്കോ മക്കളെ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ആളാണെന്നല്ല അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതികരിച്ചത്. നേരെ മറിച്ച് നിർത്തുക, നിങ്ങൾ നേരത്തെ പറഞ്ഞതെന്തോ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരിക്ക് ഹദീസ് ബുഖാരിയിൽ നമുക്ക് ഈ സംഭവം കാണാം. സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ദഈ ഹാദിഹി, ഈ പുകഴ്ത്തലിനെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്? കാരണം ഐ ഉത്റകി മാ യതഅല്ലഖ ബിമദ്ഹിൽ ലദി ഫീഹിൽ ഇത്റാഇൽ മൻഹിയു അൻഹു. ഇതിൽ അമിതമായ ഒരു വർണ്ണനയുണ്ട്. കാരണം ലാ യഅലമു മാ ഫീ ഗദൻ ഇല്ലല്ലാഹ്, ഈ ആയത്തിന് വിരുദ്ധമാണ് കുട്ടികൾ പറഞ്ഞ ആ കാവ്യങ്ങൾ. എന്താണ് അല്ലാഹ് പറഞ്ഞത്? നാളെ നടക്കുന്ന കാര്യങ്ങൾ, അദൃശ്യമറിയുന്ന കാര്യങ്ങൾ അല്ലാഹ് അല്ലാതെ ഒരാളും അറിയുകയില്ല. പക്ഷെ കുട്ടികൾ പറഞ്ഞത് എന്താണ്? നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയാണ്. ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. മുസ്നദ് അഹ്മദിൽ ഒരു ഹദീസ് കൊടുത്തിരിക്കുകയാണ്. ഒരു മനുഷ്യൻ പ്രവാചകരുടെ സവിധത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദ് യാ സയ്യിദനാ വബന സയ്യിദനാ വഖൈറനാ വബന ഖൈറനാ, ശ്രേഷ്ഠവാനേ, ശ്രേഷ്ഠനായ ഒരു പിതാവിന്റെ മകനെ, നേതാവേ, നേതാവിന്റെ മകനെ എന്നുള്ള ചില കാര്യങ്ങൾ ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയാണ്. അയ്യുഹന്നാസ് അലൈക്കും ബിതഖ്വാക്കും, നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കണം. അലൈക്കും ബിഖൗലിക്കും, നിങ്ങൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ നിങ്ങൾ സൂക്ഷിക്കണം. വലാ യസ്തഹവിയന്നകും ശൈത്വാൻ, പിശാചിന് നിങ്ങൾ സഹായകരമാകരുത്. ഈ വാക്കുകളുണ്ടല്ലോ അമിതമായ പ്രശംസയിലേക്ക് പോകും. ഈസാ നബിയെ പുകഴ്ത്തി
ചെന്നെത്തിയതുപോലെ നിങ്ങൾ ചെന്നെത്തും. അതുകൊണ്ട് ശൈത്വാന് സഹായകരമാകുന്ന ഒരു വാക്കും നിങ്ങൾ പറയരുത്. നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നിങ്ങൾ പറയുക. കാരണം വല്ലാഹി മാ അഹിബ്ബു അൻ തർഫഊനി ഫൗഖ മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജൽ. അല്ലാഹു എന്നെ ഒരു സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്, അതിനേക്കാളും ഉയർന്ന ഒരു സ്ഥാനത്തിൽ നിങ്ങൾ നൽകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ പ്രവാചകരെ മദ്ഹ് ചെയ്ത ആയത്തുകൾ നാം കേട്ടു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ നാം കേട്ടു, സ്വഹാബികൾ പ്രവാചകരെ മദ്ഹ് ചെയ്തതും ഞാൻ കേട്ടു, അരുതാത്തത് പ്രവാചകൻ വിലക്കിയതും നാം കേട്ടു സഹോദരങ്ങളെ. എന്നാൽ സങ്കടകരമായ ഒരു അവസ്ഥയാണ് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാത്തവർ, പ്രവാചകന്റെ ജീവചരിത്രത്തെ വിസ്മരിക്കുന്നവർ, പ്രവാചകനെ സ്നേഹിച്ച് ഈസാ നബിയെ സ്നേഹിച്ച ക്രിസ്ത്യാനികൾ ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നത് പോലെ, മൂസാ നബിയെ സ്നേഹിച്ച് മൂസാ നബിയോട് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ സമൂഹവും അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നു ഹബ്ബ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന വരികളാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ പള്ളികളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 10-12 ദിവസങ്ങൾ അതിൻ്റെ പൂരങ്ങളായിരിക്കും വീടുകളിലും പള്ളികളിലും. സുബ്ഹാന മൗലിദാണല്ലോ നമ്മുടെ നാടുകളിൽ അധികമായും. ചില സ്ഥലങ്ങളിൽ മൻഖൂസ് മൗലിദ് ഓതും, നമ്മുടെ നാടുകളിൽ സുബ്ഹാന മൗലിദ് ഓതുകയാണ്. എന്താണ് സഹോദരങ്ങളെ അതിലെ വരികളുടെ അർത്ഥം? പലപ്പോഴും നാം കേട്ടതാണ്, എന്നാലും സാന്ദർഭികമായി പറയുകയാണ്. സുബ്ഹാന മൗലിദിലെ ഒരു വരി നോക്കൂ സഹോദരങ്ങളെ, യാ മൻ തമാദ വജ്തറം തുബഅ താരിഫ് വർജുൽ കറം വാലുദ് ബിമൻ ഹല്ലൽ ഹറം വനൂറുഹു അമൽ ബിലാദ്. അല്ലയോ പ്രവാചക, യാമൻ തമാദാ വജ്തറം, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ പ്രവാചക, അതിരറ്റ കുറ്റങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു പ്രവാചകരെ, തുബ്, അങ്ങയോട് ഞങ്ങൾ തൗബ ചെയ്യുകയാണ്. നഊദു ബില്ലാഹ്. സുബ്ഹാന മൗലിദിൽ നമ്മുടെ പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രവാചക അങ്ങയോടാണ് തൗബ ചെയ്യുന്നത്. ഏത് പ്രവാചകൻ? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഞാൻ ഒരു ദിവസം 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. മനുഷ്യരെ, നിങ്ങളും അല്ലാഹുവിങ്കലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്ന ആ പ്രവാചകനോട് തന്നെ തുബ് വഅ്തരിഫ് വർജുൽ കറം, നിങ്ങൾ പ്രവാചകരോട് പശ്ചാത്തപിച്ചു മടങ്ങുക, ഔദാര്യവാനായ നബിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. വലുദ് ബിമൻ ഹല്ലൽ ഹറം വനൂറുഹു അമൽ ബിലാദ്. ആ പ്രവാചകരുടെ പ്രകാശം കൊണ്ടാണ് ലോകം മുഴുവനും പ്രകാശിക്കുന്നത്. വിശുദ്ധ ഹറമിൽ തങ്ങിയ പ്രവാചക, അങ്ങയോട് ഞങ്ങൾ ആവലാത് പറയുന്നു, അങ്ങയോട് ഞങ്ങൾ തൗബ ചെയ്യുന്നു, അങ്ങയോട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഔദാര്യം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാന മൗലിദ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അൻത മുൻജീനാ മിനൽ ഹുറഖി ബില്ലഹീബിൻ നാരി വൽ അജജി ദംബുനാ മാ ഹീല യംനഉനാ മിൻ ദുറൂഫി ദംഇ വൽ അജജി. വ്യാപകമായി വിശുദ്ധ ഹറമിൽ തങ്ങിയ പ്രവാചകരെ വിളിച്ചുകൊണ്ട് സുബ്ഹാന മൗലിദിൽ പറയുകയാണ് ഗർജനത്തോടെ, നരകത്തിന്റെ തീയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന പ്രവാചക, ഗർജനത്തോടെ ജ്വലിക്കുന്ന നരകം, ആ നരകത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണം പ്രവാചക. ദംബുനാ മാഹി, ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ പുറത്തു തരണം. മിൻ ദുറൂഫി ദംഇ വൽ അജജി. പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. യാ സയ്യിദ സാദാത്ത് ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി സദീദി ഫാസുദി. സുബ്ഹാന മൗലിദിലെ വരികളാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ പാരായണം ചെയ്തതാണ്. അർത്ഥമറിയാതെ ഉസ്താദുമാർ നമ്മെ പറഞ്ഞു പറ്റിച്ചു. ഇത് പ്രവാചകരുടെ പ്രകീർത്തനമാണ്, പ്രവാചകരെ മദ്ഹ് ചെയ്യുകയാണ്, പ്രവാചകരെ കീർത്തിക്കുന്ന വരികളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മെ പറ്റിച്ചു. അല്ലാഹുവിൽ ശരണം, അല്ലാഹുവിനോട് തൗബ ചെയ്യുക. സുബ്ഹാന മൗലിദ് ഇശാ നമസ്കാരത്തിന് ശേഷം നാട്ടിൽ മൈക്കുകളിൽ കൂടിയും അല്ലാതെയും പാരായണം ചെയ്യുന്ന വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം. യാ സയ്യിദ സാദാത്ത് ജിഅ്തുക ഖാസിദാ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നത്.
അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി, ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നഷ്ടപ്പെടുത്തരുത് പ്രവാചക. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ, ഒരുപാട് അക്രമം ചെയ്തു പോയി പ്രവാചക, ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കുന്നുണ്ട് പ്രവാചക. വൽദുൽമി വൽദുഅഫി ശദീദി ഫഅസ്ഉദി, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം പ്രവാചക. ഒരുപാട് ദുർബലനാണ് ഞാൻ, ഒരുപാട് അക്രമത്തിൽ പെട്ടുപോയ പ്രവാചക, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ പ്രവാചക. അങ്ങയോട് ഞങ്ങൾ സങ്കടം പറയുകയാണ്, അങ്ങയോട് ഞങ്ങൾ ആവരാത് പറയുകയാണ്. ഇർതകബ്തു അലൽ ഖത്വ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി അങ്ങയോട് അന്യായമായി സയ്യിദി ഖൈറൻ നബി. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് വായിച്ച് പറഞ്ഞുകൊണ്ട് കീർത്തനം ചെയ്യുന്നവർക്ക് നാം ഇനി എന്താ കൊടുക്കുക? കൈമടക്കും നല്ല ഭക്ഷണവും കൊടുക്കുമോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ആശയമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്ത അള്ളാന്റെ റസൂലും സ്വഹാബികളും, അതാണ് നമ്മുടെ ആദർശം സഹോദരങ്ങളെ. ഈ സുബ്ഹാന മൗലിദായിരുന്നാലും ഈ മൻഖൂസ് മൗലിദായിരുന്നാലും അതുപോലെ ഏതെല്ലാം മൗലിദായിരുന്നാലും പ്രവാചകരെ വിളിച്ചു തേടി പ്രാർത്ഥിക്കുകയാണ്. നരകത്തിൽ നിന്നും രക്ഷിക്കുന്ന നബിയേ, പാപങ്ങൾ പുറത്തു തരണേ നബിയേ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലായി നബിയേ, ഒരുപാട് പ്രയാസങ്ങളിലായി പോയി നബിയേ, ഞങ്ങളെ രക്ഷിക്കണം നബി, ഞങ്ങളെ രക്ഷിക്കണം നബിയേ എന്ന് ചൊല്ലുന്ന കാവ്യ കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളാണ് സഹോദരങ്ങളെ ഈ സുബ്ഹാന മൗലിദ്. ഇതിനു വേണ്ടി ഭക്ഷണങ്ങൾ വേവിച്ചുകൊണ്ട് പള്ളികളിലേക്ക് കൊടുക്കുന്നവരെ തിരുത്തണം, തിരുത്തണം സഹോദരങ്ങളെ. ഇത് അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചതല്ല. അങ്ങനെയുള്ളവരെ വിളിച്ചുകൊണ്ട് കൈമടക്ക് കൊടുത്തുകൊണ്ട് പ്രവാചകരെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന ഇത് പ്രവാചകരോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇതൊന്നും മുസ്ലിയാക്കന്മാർ പറയൂല സഹോദരങ്ങളെ. കാരണം അവർ പലതും ന്യായീകരിക്കും. കാരണം ഇവർക്കൊരു വ്യവസായമാണ്, അവർക്ക് ഉദരപൂരണമാണ്, അവർക്ക് സമ്പത്താണ് അതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ തിരുത്തണമെന്ന് പറയൂല മുസ്ലിയാക്കന്മാർ. ഈ തബ്ലീഗുകാരും ശരി തന്നെയാണ്, ഇതിൻ്റെ വക്താക്കളാണ് എന്ന് നാം മനസ്സിലാക്കുക. പലരും പലപ്പോഴും പറയാറുണ്ട്, തബ്ലീഗ് അവർ എന്ത് നല്ലവരാണ്, എന്ത് നല്ല ദഅവത്ത് ചെയ്യുന്നവരാണ്, അവരുടെ വാക്കിൽ നിന്ന് എന്ത് നല്ല വർത്തമാനങ്ങളാണ് നിർഗളിക്കുന്നത്, അവരൊക്കെ എന്ത് നല്ല സ്വഭാവങ്ങളാണ്. നോക്കൂ, തബ്ലീഗുകാരുടെ മസ്ജിദുകളിലും നിങ്ങൾ പോയിക്കൊള്ളുക, അവിടെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ സുബ്ഹാന മൗലൂദുകളാണ്. ആരോ പണ്ടുള്ളവർ പറഞ്ഞതുപോലെ ഇസ്തിരിയിട്ട ഖുറാഫികളാണ് ഈ തബ്ലീഗ് എന്ന് പറയുന്നവർ. അവർ തെറ്റുകൾ കാണുമ്പോഴേക്കും തിരുത്തുകയില്ല, എന്നാൽ നന്മകളെ പ്രൊമോട്ട് ചെയ്യും. നമസ്കരിക്കൂ, നോമ്പ് പിടിക്കൂ, സകാത്ത് കൊടുക്കൂ, എന്നാൽ തൗഹീദ് പറയാത്ത ഒരേ ഒരു വിഭാഗമാണ് ഈ തബ്ലീഗുകാർ എന്ന് നാം തിരിച്ചറിയുക. ആ തബ്ലീഗുകാരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഓരോ വിശ്വാസിനികളും അറിയണം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ആദർശ ആശയങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കുക. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും